പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് മുതൽ നോർമൽ ടൈമിലേക്ക് സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവ് ടെലികാസ്റ്റ് മാറുന്നതാണ്. അതായത് രാവിലെ 6:30 മുതൽ തന്നെ നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവ് കാണാൻ സാധിക്കും. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ജോണി ഗർഗാനോ വേഴ്സസ് നെയ്തൻ ഫ്രൈസിയർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൻ്റെ ഇടയിലാണ് മത്സരം കൺഫേം ചെയ്യുന്നത്. ഇത് കൂടാതെ ട്രിക് വില്യംസ് വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു മത്സരം കൂടി അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ, കിയാന ജെയിംസ് തുടങ്ങിയവരുടെ ടീം നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയവരുടെ ടീമിനെതിരെയും അലക്സ ബ്ലിസ്, ഷാർലറ്റ് തുടങ്ങിയ ടീമിനെതിരെയും കളിക്കുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരമാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. കൂടാതെ നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ വൈറ്റ് 6 എന്ന് പറയുന്ന ടീം സോളോസിക്കോവയുടെ നേതൃത്വത്തിൽ വരുന്ന MFT എന്ന ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ കോഡി റോഡ്സ് ഒരു വമ്പൻ അനൗൺസ്മെൻറ്റ് നടത്തിയത് 2026 മെൻസ് റോയൽ റംബിളിലെ ആദ്യ എൻട്രി അത് കോഡി റോഡ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോഡി റോഡ്സ് ആദ്യത്തെ എൻട്രൻ്റായിട്ട് ഈ ഒരു റോയൽ റംബിളിലേക്കുള്ള പ്രഖ്യാപനം നടത്തിയത് കോഡി റോഡ്സിൻ്റെ വിജയസാധ്യത നൽകുന്ന ഒരു പോയിൻ്റ് ആണോ എന്നുള്ളത് പലർക്കും സംശയമുണ്ടായിരിക്കും. നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് 2026 മെൻസ് റോയൽ റംബിൾ മത്സരം കോഡി റോഡ്സ് വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. പക്ഷേ അവസാന 4 റെസ്ലേഴ്സിൽ ഒരാൾ കോഡി റോഡ്സ് ആയിരിക്കുമെന്ന് ഏകദേശം ഇപ്പോഴത്തെ വാർത്തകൾ അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ ഒരു ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസ് റോയൽ റംബിളിലെ അദ്ദേഹത്തിൻ്റെ എൻട്രൻറ്റിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ കേൾക്കാൻ സാധിച്ചത്. കൂടാതെ ഡ്രൂ മാക്കൻറ്റയർ വെളിപ്പെടുത്തിയ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഡ്രൂ മാക്കൻറ്റയറുടെ കൈവശം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇരിക്കുമ്പോൾ ഡയറക്റ്റ് കോഡി റോഡ്സിനൊരു റീമാച്ച് കിട്ടില്ല എന്നുള്ളതും ഡ്രൂ മാക്കൻറ്റയർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ജനുവരി 25 അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന WWEയുടെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് പുതുതായി കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. കോഡി റോഡ്സ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഒരു 1-on-1 മത്സരം കൺഫേം ചെയ്യുകയുണ്ടായി. കോഡി റോഡ്സ് ആദ്യത്തെ ഇൻ റിംഗ് സെഗ്മെൻറ്റിൽ ജേക്കബ് ഫാറ്റുവിനെ ചലഞ്ച് ചെയ്തു. പക്ഷേ ജേക്കബ് ഫാറ്റു അങ്ങോട്ടേക്ക് വന്നില്ല. പിന്നീട് കിറ്റ് വിൽസൺ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ സെഗ്മെൻറ്റിന് തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ പിറകിലൂടെ വന്ന ജേക്കബ് ഫാറ്റു വലിയൊരു ആക്രമണം കാഴ്ചവെച്ച് കോഡി റോഡ്സിനെ റിംഗിലേക്ക് വെല്ലുവിളിക്കുന്നു. കോഡി റോഡ്സ് വന്ന ഉടനെ തന്നെ വലിയൊരു ബ്രൗള് ആരംഭിക്കുന്നു. സെക്യൂരിറ്റീസ് വന്ന് ഇരുവരെയും പിടിച്ചു നിർത്തുന്നു. പിന്നീട് മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്ന ഒരു മാച്ച് കാർഡ് ഒഫീഷ്യലുമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഗംഭീര മത്സരം കോഡി റോഡ്സ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിൽ നടക്കാൻ പോകുന്നു. ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ സമ്മാനിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് നമ്പർ 1 കണ്ടൻഡേഴ്സ് ഫേറ്റൽ 4-വേ മത്സരമാണ്. റാൻഡി ഓർട്ടൺ വേഴ്സസ് ദ മിസ് തമ്മിലുള്ള മത്സരത്തോട് കൂടിയിട്ടാണ് ഈ നമ്പർ 1 കണ്ടൻഡേഴ്സിൻ്റെ ക്വാളിഫൈ മത്സരം ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ആരംഭിക്കുന്നത്. ഡ്രൂ മാക്കൻറ്റയറിനെ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്ത് വന്ന റാൻഡി ഓർട്ടനും പിന്നീട് ഡ്രൂ മാക്കൻറ്റയറിനെ ആക്രമിക്കാൻ വന്ന ജേക്കബ് ഫാറ്റു എന്നുള്ള ഒരു ഫൈറ്റ് കണ്ടു നിൽക്കുന്ന ഓർട്ടൻ്റെ പിന്നിലൂടെ വന്ന ദ മിസ് സ്കൾ ക്രഷ് ഫിനാലെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫിനിഷർ അടിച്ച് റാൻഡി ഓർട്ടനെ ആക്രമിച്ച് ആ ഒരു മത്സരത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ മത്സരത്തിൽ നല്ലൊരു തിരിച്ചുവരവ് നടത്തി റാൻഡി ഓർട്ടൺ പിൻഫോളിലൂടെ തന്നെ മികച്ചൊരു പ്രകടനത്തോടുകൂടി മിസിനെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് രണ്ടാമതായിട്ട് നടന്ന ഒരു മത്സരം ട്രിക് വില്യംസ് വേഴ്സസ് മാറ്റ് കാർഡോണ തമ്മിലുള്ള മത്സരമായിരുന്നു. ഈ മത്സരത്തിൽ ക്ലീനായി തന്നെ മാറ്റ് കാർഡോണയെ പരാജയപ്പെടുത്തി ട്രിക് വില്യംസ് വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം കിറ്റ് വിൽസൺ എന്ന് പറയുന്ന റെസ്ലർ മാറ്റ് കാർഡോണയെ ആക്രമിച്ചു. അപ്പോൾ ഇവരുടെ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ട്രിക് വില്യംസിന് നല്ലൊരു സപ്പോർട്ട് ആ എൻട്രൻസ് സമയം തൊട്ട് മത്സരത്തിൽ ഉടനീളം ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ട്രിക് വില്യംസിന് നല്ലൊരു ഭാവി സ്മാക്ഡൗണിൽ ഉണ്ടായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമതായി നടന്ന ക്വാളിഫയിങ് മത്സരത്തിൽ ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരമാണ് കാണാൻ സാധിച്ചത്. ഈ 4 ക്വാളിഫയിങ് മത്സരത്തിൽ കൂടുതൽ ഒരു സ്റ്റോറി ലൈൻ
ഒരു അഡ്വാൻസ് നടന്നിട്ടുള്ളത് ഈ മത്സരത്തിലാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി. കാരണം സോളോസിക്കോവയുടെ നിലവിലെ എതിരാളി എന്ന് പറയുന്നത് വൈറ്റ് സിക്സ് എന്ന് പറയുന്ന ഫാക്ഷനാണ്. സോളോസിക്കോവ ഒരു 1-on-1 സ്റ്റൈലിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. MFT എന്ന് പറയുന്ന ടീം ഡാമിൻ പ്രീസ്റ്റിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. ഇതിൽ ടാള ടോങ്ക എന്ന് പറയുന്ന റെസ്ലറിനെ റഫറി ബാക്ക് സ്റ്റേജിലേക്ക് അയക്കുന്ന ഒരു മൊമെൻ്റൊക്കെ കാണാൻ സാധിച്ചു. പക്ഷേ അവിടെ MFTയിലെ ബാക്കി 3 പേരും അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കെതിരെ വൈറ്റ് സിക്സ് വന്നിട്ടൊരു ആക്രമണം നടത്തുന്നു. അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിച്ച സോളോസിക്കോവയെ പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് ഫിനിഷർ അടിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്പർ 1 കണ്ടൻഡേഴ്സ് ഫേറ്റൽ 4-വേയിലേക്ക് ക്വാളിഫൈ നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം MFT ടീമിലെ ടാള ടോങ്ക ബോ ഡാലസ് അങ്കിൾ ഹൗഡി കഥാപാത്രത്തെ ആക്രമിക്കുന്നതും ആ റാന്തലെടുത്ത് അവർ അവിടെ വിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അവസാനത്തെ ഒരു ക്വാളിഫൈ മത്സരം മെയിൻ ഇവൻറ്റിൽ നടന്ന ഒരു ഗംഭീര മത്സരമായിരുന്നു. അത് സാമി സെയിൻ വേഴ്സസ് ഇലിയ ഡ്രാഗ്നോവ് തമ്മിലുള്ള മത്സരമായിരുന്നു. 2 ഫോർമർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യന്മാർ. ഇവർ മുൻപ് ഏറ്റുമുട്ടിയപ്പോൾ കണ്ട അതേ ഒരു മത്സരത്തിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചു. ഇലിയ ഡ്രാഗ്നോവിൻ്റെ നെറ്റിപൊട്ടി ചോര വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റായിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ ഫിനിഷർ അടിച്ച് സാമി സെയിൻ പിൻഫോളിലൂടെ തന്നെ ഇലിയ ഡ്രാഗ്നോവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാളിഫൈ നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പോലുള്ള ഒരു സമയം കൊടുക്കുന്നതിന് മുമ്പ് ട്രിക് വില്യംസ് സാമി സെയിനെ പിറകിലൂടെ വന്ന് ആക്രമിച്ചു. ട്രിക് വില്യംസ് സ്റ്റാൻഡിംഗ് ടോൾ എന്ന രീതിയിൽ സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടൻ വേഴ്സസ് സാമി സെയിൻ വേഴ്സസ് ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് ട്രിക് വില്യംസ് തമ്മിലുള്ള ഒരു ഫേറ്റൽ 4-വേ മത്സരമാണ് നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരമായിട്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ നടക്കാൻ പോകുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലർ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ഡ്രൂ മാക്കൻഡയറിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മത്സരിക്കും. ഇതാണ് മത്സര സ്റ്റിപ്പുലേഷനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. പതിവ് പോലെ നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ കാർമെലോ ഹെയ്സിൻ്റെ ഓപ്പൺ ചലഞ്ച് ഇത്തവണ TNA റെസ്ലിംഗ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വന്ന എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലേറ്ററാണ് ഈ ഓപ്പൺ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് വന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം. സ്മാക്ഡൗൺ എപ്പിസോഡിലെ ഏറ്റവും മികച്ച മത്സരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഓപ്പൺ ചലഞ്ച് മത്സരമായിരുന്നു. ഈ മത്സരത്തിൽ കാർമെലോ ഹെയ്സ് തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഞെട്ടിപ്പിച്ചത് ലിയോൺ സ്ലേറ്ററിൻ്റെ പ്രകടനമാണ്. TNAയുടെ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡും പേപ്പർ റിവ്യൂസും അതുപോലെ തന്നെ NXT ഷോസും കണ്ടുവരുന്ന എന്നെ സംബന്ധിച്ച് ലിയോൺ സ്ലേറ്ററിൻ്റെ ഈ ഒരു പ്രകടനം ഞെട്ടിപ്പിക്കുന്നതായിരുന്നില്ല. പക്ഷേ ആരാധകരുടെ ഒരു റിയാക്ഷൻ അത് ഞെട്ടിപ്പിച്ചു. ലിയോൺ സ്ലേറ്റർ ഒറ്റയടിക്ക് മെയിൻ റോസ്റ്റർ ആരാധകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള യുവതാരങ്ങളിൽ ഒരാളാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടപ്പോൾ മനസ്സിലായി. TNA റെസ്ലിംഗുമായിട്ടുള്ള ലിയോൺ സ്ലേറ്ററിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചാൽ WWE കൂടാരത്തിലേക്ക് ലിയോൺ സ്ലേറ്റർ പെട്ടെന്ന് തന്നെ എത്തുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നാളത്തെ പേപ്പർ റിവ്യൂയിലെ TNA റെസ്ലിംഗിൻ്റെ മത്സരം ഒഴിവാക്കി അദ്ദേഹം WWE സ്മാക്ഡൗൺ എപ്പിസോഡിൽ മത്സരിക്കാൻ വന്നത്. അപ്പോൾ WWE മാനേജ്മെൻറ്റിന് ലിയോൺ സ്ലേറ്ററിനെ ഉപയോഗിച്ച് ഭാവിയിൽ വമ്പൻ പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഗംഭീരമായിട്ടുള്ള ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പായിരുന്നു. ലിയോൺ സ്ലേറ്റർ എന്ന യുവതാരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ആരായിരിക്കും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ നടക്കാൻ പോകുന്ന ഫേറ്റൽ 4-വേ നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരത്തിൽ വിജയിച്ച് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡ്രൂ മാക്കൻഡയറിനെതിരെ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ 2 ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള നിൽക്കുന്ന റെസ്ലേഴ്സിൻ്റെ പേരാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതിൽ ഒന്ന് റാൻഡി ഓർട്ടൺ ആണ്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് ഒരു ബിഗ് മാച്ച് കാർഡ് എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ അനൗൺസ് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാനിങ് ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഫേറ്റൽ 4-വേയിൽ റാൻഡി ഓർട്ടൻ്റെ വിജയ സാധ്യത വളരെ കൂടുതലെന്ന് പറയേണ്ടി വരും. കാരണം ഡ്രൂ വേഴ്സസ് റാൻഡി തമ്മിലുള്ള ഒരു മത്സരം വർഷങ്ങൾക്ക് മുൻപ് ചാമ്പ്യൻഷിപ്പിനൊക്കെ വേണ്ടി നടന്നിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഡ്രൂ വില്ലനും റാൻഡി ഒരു ഹീറോ ടൈപ്പിലും വന്നാൽ ആരാധകരെ സംബന്ധിച്ച് അത് വലിയൊരു ന്യൂസാണ്. കൂടാതെ റാൻഡി ഓർട്ടൺ വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വേൾഡ് ടൈറ്റിലിന് വേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുള്ളത് കൊണ്ട് തന്നെ ഒരു ബിഗ് മാച്ച് ഫീല് റോയൽ റംബിളിലേക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരത്തിൽ റാൻഡി ഓർട്ടൺ വിജയിക്കാനുള്ള സാധ്യത ഇങ്ങനെയാണ്. റാൻഡി ഓർട്ടൺ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡ്രൂ മാക്കൻഡയറിനെ പരാജയപ്പെടുത്തി പുതിയ ചാമ്പ്യൻ ആകുകയും പിന്നീട് കോഡി റോഡ്സ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള സ്റ്റോറിയിലേക്ക് കാര്യങ്ങൾ വരുന്ന രീതിയിലേക്കും അവർക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു റെസ്ലറുടെ പേര് സാമി സെയിൻ്റെ പേരാണ്. സാമി സെയിന് നറുക്ക് കൂടുതൽ വരാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ
ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ നടക്കുന്നത് കാനഡ എന്ന് പറയുന്ന രാജ്യത്താണ്. സാമി സൈൻ്റെ ഹോം ടൗൺ ആയ മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഷോ നടക്കുന്നത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് സാമി സൈന് കിട്ടും അവിടെ. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടി നൽകുന്ന റെസ്ലറിനെ ഫെറ്റൽ ഫോർവേയിൽ വിജയിപ്പിച്ച് ഇനി റോയൽ റംബിളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക. റോയൽ റംബിൾ നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യൻ ഫാൻസ് എങ്ങനെയാണ് സാമി സൈനെ വരവേൽക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലെ ഇവൻറ്റുകളിൽ നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. അപ്പോൾ സാമി സൈൻ്റെ വിജയ സാധ്യത അവിടെയും വർദ്ധിക്കുന്നു. സാമി സൈനെ നമ്പർ 1 കണ്ടറാക്കി റോയൽ റംബിളിലേക്ക് എത്തിക്കാനും വിജയ സാധ്യത കൊടുക്കാനുമുള്ള ഒരു പോയിന്റ് അവിടെ തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ആരാധകരെ കേന്ദ്രീകരിച്ച് സ്റ്റോറി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ സാമി സൈൻ ഒരു നറുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒരു ബിഗ് മാച്ച് ഫീൽ കിട്ടാനാണെങ്കിൽ റാൻഡി ഓർട്ടന് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഈ 2 റെസ്ലേഴ്സിൽ ഒരാൾ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയൊരു ഫൈനൽ പ്രഡിക്ഷൻ നടത്താൻ പറഞ്ഞാൽ സാമി സൈൻ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ 7 മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. കുറേയധികം നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വീക്കിലി എപ്പിസോഡിലൊക്കെ 7 മത്സരങ്ങൾ ലഭിക്കുന്നത്. പേപ്പർ വ്യൂവിൽ പോലും 7 മത്സരങ്ങൾ അങ്ങനെ കിട്ടാറില്ല. റെസ്ൽമേനിയയിൽ മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള മത്സരങ്ങൾ കിട്ടാറുള്ളത്. അപ്പോൾ ഒരു ബിഗ് ഷോ കണ്ട ഒരു ഫീലായിരുന്നു ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.